ഹായ് ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. കുവൈറ്റിൽ വന്ന് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയൊരു സിനിമ കാണാൻ പോവുകയാണ്. അവിടുത്തെ അതും നമ്മൾ നടന്നു പോവുകയാണ്. ഇവിടുന്ന് 8-8.5 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നടന്ന് നമ്മൾ ഫഹീൽ വരെ പോയി അവിടുന്ന് ഏത് സിനിമയാണോ ഉള്ളത് അത് കണ്ടിട്ട് വരിക. അതാണ് ഇന്നത്തെ ലക്ഷ്യം. ഓക്കെ, പോകുന്ന വഴികളൊന്നും വല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ കാണിക്കാം. കാരണം ഗോപ്രോയിൽ ഒരു ബാറ്ററിയേ ഉള്ളൂ, 1.5 മണിക്കൂറോളം ചാർജ് ചെയ്യുന്നില്ല. ഓക്കെ, സീ യു സൂൺ. ഭ്രാന്താലയം എന്ന് വിളിച്ചത് അതിൽ നിന്ന് വല്ലാതെയൊന്നും നമ്മൾ പുരോഗതിപ്പെട്ടിട്ടില്ല എന്നാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പം ഏകദേശം ഇവിടെ എത്തി. നമ്മളിപ്പം മാജിക് മോളിൻ്റെ പുറകു വശത്ത് എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ബീച്ചിൻ്റെ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. നമ്മളൊരു തമിഴ്നാട്ടിലെത്തിയൊരു ഫീലുണ്ട്. തമിഴ്നാട്ടിലെ ഒരു വൈബ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ചെടികളും മുൾച്ചെടികളും അവിടുത്തെ റോഡും മണ്ണും എല്ലാം. പക്ഷെ ഒരു തമിഴ്നാട്ടിലൊരു ഫീലുണ്ട്. ഓക്കെ, ഗൈസ്, നമ്മൾ നടന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ആയി. ഓക്കെ ഗൈസ്, പിന്നെ ഗൈസ് നമുക്ക് ഒരു 50 പിൽസ് തറയിൽ കിടന്ന് ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓണർ ഈ വീഡിയോ കാണുവാണെങ്കിൽ സ്ഥലവും എന്തെങ്കിലുമൊക്കെ എവിഡൻസ് പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ വാണ്ടറിങ് നഴ്സിൻ്റെ ഫണ്ടിലേക്ക് മാറ്റിയിടുന്നതാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്. പിന്നെ ഇതുപോലെ കുറേ സ്ഥലങ്ങൾ കുടിവെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ് ഇവിടെയുള്ള കുവൈത്തിൽ. വെള്ളം നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് വെള്ളം മറിച്ചു.
അത് ഗൈസ് നമ്മൾ ഇവിടെ പകയിലുള്ള അജിയോ മാളിൽ ഏകദേശം ഒരു 1:30 ആയപ്പോൾ നമ്മൾ എത്തിയിട്ടാണ് അറിഞ്ഞത് സിനിമ 4:30 ഉള്ളൂ ഇവിടെ. അപ്പം 4:30 പിന്നെ അതേപോലെ എന്നെപ്പോലെ വന്ന് ശശിയായ 2 പേരെ ഇവിടെ നിന്ന് പരിചയപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേര്. അവരെയും പരിചയപ്പെടുത്താം. അപ്പോൾ അവരായിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഹായ് ബ്രോ. ബ്രോ പേര് ബ്രോ? My name is Basit. ഏത്? Basit. മുഹമ്മദ് യാസിർ. Basit ஒரு ஃபேஸ்புக் ஐடி எல்லாம் வந்து ஃப்ரெண்டு சொல்லுங்க ஃபேஸ்புக்கில் இன்ஸ்டா வந்து பாசித் ஐடி. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫേസ്ബുക്ക് ഐഡിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കണം. പാകൃതേ 100 പേര് ബ്രോ. അതിലെയും 10 യൂന്ന് ആധാരം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അവരായിട്ടാണ് കറങ്ങി നടക്കുകയാണ് ഇവിടെ ഓരോ മാളിലും അടുത്തുള്ള സ്ഥലത്തൊക്കെ ആയിട്ട്. എന്നിട്ട് 4 മണിയാകുമ്പോഴത്തേക്ക് പോയി നോക്കട്ടെ സിനിമ തിയേറ്റർ എങ്ങനെയുണ്ട്, ഇവിടുത്തെ എല്ലാം ഉണ്ടെന്ന് നമ്മൾ പോയിട്ട് കാണാം. അവരായിട്ട് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇവിടെ ഓരോ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ. അടുത്തൊന്നും ഇല്ല കാണാൻ, കുറേ ബിൽഡിങ്ങും ഉണ്ട്, പിന്നെ ഒടുക്കത്തെ ചൂട്. അതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ പോയി ഫുഡ് കഴിച്ചു. ഒരു മലയാളി ഹോട്ടൽ കിട്ടി. മലയാളത്തിൽ എഴുതിയിരുന്നു, അതുകൊണ്ട് അകത്ത് കയറിയപ്പോൾ മൊത്തം തമിഴ്, ഒരു മലയാളി പോലും ഇല്ല ഗൈസ്. അവിടെ കയറി ഫുഡ് കഴിച്ചു. ഇനി ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അജിയോ മാളിലോട്ട് കയറണം. എന്നിട്ട് സിനിമ ടിക്കറ്റ് എടുക്കണം. എത്ര രൂപയാണോ, അവിടുത്തെ സൗണ്ട് എഫക്റ്റ് ഇതൊക്കെ എല്ലാം നമ്മളവിടെ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ബൈ. നമ്മളങ്ങനെ പൊന്നിയിൻ സെൽവം കണ്ടു. ആദ്യമായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്താണ്, പടത്തിൻ്റെ കഥ മനസ്സിലായില്ല. ഒരു 7 പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി കാണാം. സമയം ഇപ്പോൾ ഏകദേശം 8 മണിയായി. ഇനി ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോട്ടെ. തിരിച്ച് നടക്കാനൊന്നും ശക്തിയില്ല. ബസ് അങ്ങനെ വിളിച്ച് പോവാം. ப்ரோ படம் எப்படி இருந்துச்சு ப்ரோ? படம் வந்து ரொம்ப மொக்கையாக இருந்துச்சு ப்ரோ. புரியல ப்ரோ. ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் புரிஞ்சுது, செகண்ட் ஹாஃப் சுத்தமாக வந்து புரியல ப்ரோ. ப்ரோ உங்கள் ரிவ்யூ ப்ரோ? பார்த்து வாங்க ப்ரோ. படம் போர் ப்ரோ. படம் ரொம்ப ஸ்லோவாக போகுது. ரொம்ப பொறுமை வேணும். ரொம்ப பொறுமை. ஒரு 10 தடவை பார்த்தா புரியுமா? ஒரு 10 தடவை பார்த்தா புரியுமா? 10 தடவைனா புரியல, 10 வாட்டி பார்த்தாவா? இல்லை படம் வந்து எத்தனை தடவை பார்த்தோன்னா ரொம்ப பொறுமை வேணும். பொறுமை இருந்தால் படத்தை பார்க்க முடியும். முதல் வரைக்கும் பொறுமை வேணா, இப்போ 10 தடவை பார்க்கணும் அவ்வளோதான். அவன் தான் அதுக்கப்புறம் என்ன இல்லை இதுதான். சரி ப்ரோ, பாய். நம்ம அடுத்து என்னைக்காவது எங்கேயாச்சும் பார்க்கலாம். ஃபஸ்ட்டு பாட்டு ஓட்டு. பாட்டு நல்லா இருக்கு, ஆனால் வீடு நல்லா இல்லை. ஆமாம், அது ஸ்கிரீன் ப்ளே நல்லா பிடிக்கல. ഗൈസ്, നമ്മളങ്ങനെ അവസാനം തിരിച്ച് നമ്മളെ മകബുള്ളയിലെത്തി. ഒരു ദിവസം 2 സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും നല്ല അടിപൊളി ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഇപ്പം അടുത്ത് എവിടെ പോയാലും വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ஓகே கைஸ். என்ன ப்ரோ பிரச்சனை உங்களுக்கு? தெரியாதனமா உங்களை அஜியால் மேலே பார்த்துட்டேன். இந்த பக்கத்துக்கிட்ட அலைஞ்சிட்டு கேமரா வச்சுருக்கேன். இந்த கேமரா வேறு 50,000 ரூபா. என் ஃபோன் எவ்வளோ தெரியுமா? 13,000 ரூபா தான். ஒன்லி 30,000.
சரி 13,000. 13,000. 50,000 ஃபோன் வாங்கி வச்சுட்டு இங்கிட்ட அலைஞ்சிட்டு இருக்கிறீங்க நீங்கள். சரியில்லை. ஆமாம் பார்த்துங்க. இன்ட்ரோ கொடுக்க சொன்னாங்க ஃபஸ்ட்டு. அவங்க என்ன கிளிக்கு ஃபஸ்ட்டு இன்ட்ரோ தான் அவர் கொடுக்க ஏதாவது பேசினா ஒன்றாப்புல செப்போன்னு தான் பேசணும்ல. பேசிட்டாங்க. நீ அதுக்கு கொடுக்கல விடு.